നമസ്കാരം. ബിഗ് ബോസിന്റെ ഒരാഴ്ചത്തെ പരിപാടികളാണ് ഇന്നലെ തീർന്നത്. ലാലേട്ടൻ വന്ന് എല്ലാരെയും ഒന്ന് തുടിപ്പിച്ചു. അതുപോലെ പ്രോത്സാഹനം കൊടുക്കേണ്ടവർക്ക് പ്രോത്സാഹനം കൊടുത്ത് സമാധാനിപ്പിക്കേണ്ട സമാധാനിപ്പിച്ചു. പറഞ്ഞു വിടേണ്ടവരെ പറഞ്ഞു വിട്ടു. ഇന്നലെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഇന്നലെ ഔട്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലും പറഞ്ഞിരുന്നു മുൻഷി രഞ്ജിത്തിന് വെളിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ രേണുസുതിയായിരുന്നു. രേണുസുതിയെ പെട്ടെന്ന് വിടത്തില്ല എന്ന് നമുക്കറിയാം. കാര്യം സോഷ്യൽ മീഡിയയുടെ ഇത്രയൊക്കെ ഒരു ഹൈപ്പ് കിട്ടിയ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ ബിഗ് ബോസിന് ആവശ്യമുണ്ട് രേണുസുതിയെ. അത് നമുക്കറിയാം. എന്തായാലും ശരി. ഉം, വളരെ വൈകാരികമായ ഒരു പോക്കായിരുന്നു. പാവമാണ് ഈ മുൻഷി രഞ്ജിത്ത്. അദ്ദേഹത്തിന് ഇതൊന്നും പറ്റത്തില്ല ഈ ഫീൽഡൊന്നും. സമാധാനപരമായുള്ള വല്ല ചർച്ചയ്ക്ക് വല്ലതും ഏഷ്യാനെറ്റ് വിളിച്ച പുള്ളി എടുക്കും. മുൻഷിയിലെ രഞ്ജിത്ത് അടിപൊളിയായിരുന്നു. അത് ആർക്കും മറക്കാൻ പറ്റത്തില്ല. ലാലേട്ടൻ തന്നെ പറയും. പക്ഷെ പുള്ളിക്ക് ഈ എന്തോ സിംഹമടയെ കിടന്ന് വഴക്കിടാനും കാടത്ത് വെക്കാനൊന്നും പുള്ളിയെ കൊണ്ട് പറ്റത്തില്ല. പുള്ളി വളരെ കാമാങ്കമായിട്ടായിരുന്നു. എല്ലാവർക്കും അനീഷിനെതിരെ പരാതി. ഇന്നലെ പരാതികളുടെ ഒരു വർഷമായിരുന്നു. പിന്നെ രഞ്ജിത്ത് പുറത്തു പോകുന്ന ചടങ്ങ്, അതുപോലെ അനീഷിനെതിരെയുള്ള പരാതികൾ, 18 പേരുടെ പരാതികൾ, ഈ രണ്ട് വിഷയം അവിടെ നടന്നുള്ളൂ ഇന്നലെ. പിന്നെ ഈ മൊത്തം അവലോകനം, ഓരോ വിഷയവും അവിടെ നടന്ന വൃത്തികേടുകൾ എല്ലാം ഇവർ പറയുന്നതെല്ലാം ലാലേട്ടൻ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഈ ലിസ്റ്റിൽ ആദ്യത്തെ വന്നതില് നെവിൻ ഉണ്ടായിരുന്നു, രഞ്ജിത്ത്, ആര്യന്, ജിസേല്, ശൈത്യ, അനിമോള്, ശാരിക, രേണു ഒക്കെയാണ് വന്നത്. ഇതിനകത്തിൽ നിന്ന് ഓരോരുത്തരെയും വിളിച്ച് ലാലേട്ടൻ അവരുടെ അഭിപ്രായം പറഞ്ഞു. എല്ലാവരും 9 പേരും അവർ പറഞ്ഞത് ഞാൻ അടുത്തതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതുപോലെ ശൈത്യ പറഞ്ഞു. ശൈത്യൊക്കെ ഒരു ടാസ്കിലും വരാത്ത ഒരാളാണ്. ശൈത്യ ഇങ്ങനെ അഡ്വക്കേറ്റ് അല്ലേ, അഡ്വക്കേറ്റ് എന്ന് തോന്നുന്നു. അപ്പം ഒരു വാചാലതയില്ല. ശാരിക പിന്നെ എന്തെങ്കിലും ഇടയ്ക്കെങ്കിലും ഒന്ന് പറയാറുണ്ട്. ഇവരുടെ ഒന്നും ഒരു കോൺട്രിബ്യൂഷൻ ശരിക്കും പറഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ചകൾ വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നടന്നത് അനീഷിനെ കോമണറായിട്ട് വന്ന അനീഷിന്റെ ഒരു ഭയങ്കര പ്രകടനമായിരുന്നു. വൺ മാൻ ഷോ ആയിരുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല. കാരണം 18 പേര് ഒരാൾക്കെതിരെ തിരിയുന്ന ഒരു ഷോ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. അനീഷ് തകർപ്പൻ കളിക്കാരനാണ് എന്ന് ലാലേട്ടന് മനസ്സിലായി. ഇവര് കുത്തിഘോഷിച്ച് ഉണ്ടാക്കിയ പരാതികളെല്ലാം ഉള്ളി തെളിച്ച മാതിരി എടുത്ത് ലാലേട്ടന്റെ മുന്നിൽ പരാതി എന്താന്ന് വെച്ചപ്പോ ഭസ്മമായി ഇവര്. ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞത് ആഹാരത്തിന്റെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, പിന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനൊക്കെ ഓരോന്ന് പറഞ്ഞ് വഴക്കിടുന്നതിനകത്തിലെ ഒരു കോണ്ടന്റ് അവിടെ ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അനീഷിന് ഓരോ കാര്യത്തിനും എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ അനീഷിന്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ മറുപടി ബിഗ് ബോസിന് വേണ്ട മറുപടിയായിരുന്നു, വേണ്ട കണ്ടന്റ് ആയിരുന്നു. അത് ഈ 18 പേർക്ക് ഇല്ലാതെ പോയതാണ് ഈ ഒരാഴ്ച നടന്നത്. വരും ആഴ്ച ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ നടക്കാത്ത മറ്റൊരു സംഭവം നടന്നു. അതായത് പിന്നെ എവിക്ഷൻ ലിസ്റ്റിൽ നോമിനേഷനിലേക്ക് വന്ന ഷാനവാസ് കയറി തലപ്പത്ത് വന്നു, ക്യാപ്റ്റൻസി. അപ്പം 18 പേരുടെയും എതിർപ്പ് എടുത്ത അനീഷിൽ നിന്ന് വ്യത്യസ്തനാകാൻ എന്തായാലും അനീഷ് ശ്രമിക്കും. അനീഷ് എന്നാൽ ഒരിക്കലും ഈ ഷാനവാസ് അനീഷുമായിട്ട് കോംപ്രമൈസ് ആകാൻ സാധ്യതയില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൊരുപ്പ് ശരിക്കുണ്ട്. അതുപോലെ അപ്പാനി, ശരത്തും ഒക്കെ ആയിട്ട്, പിന്നെ അഭിലാഷ്, ഇവരൊക്കെ വഴക്കിടുന്ന കണ്ടസ്റ്റൻസാ. അതുപോലെ അനിമോള് കരച്ചലിന്റെ ഇത്, പിന്നെ ഒരു ഡോക്ടറാണ്, അഭിനേത്രിയാണ്. അവിടെ വന്ന് ആ കുട്ടിയൊന്നും ഒരു ഇതായിട്ട് വന്നിട്ടില്ല. ബിൻസിയാണ് കുറച്ചുകൂടെ ആര്യന്യമായിട്ടുള്ള പ്രശ്നത്തില് നമ്മൾ കണ്ടതാണ്. ആര്യന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു, വിരല് കാണിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നത്തില് ബിൻസി ഇച്ചിരി കയറി വന്നിട്ടുണ്ട്. ഈ ഒരാഴ്ചത്തെ ഒരു അനകമൊത്തം ടോട്ടൽ ഒരു അവലോകനം നടത്തിയാൽ ഈ കളിച്ചത് അനീഷ് തന്നെ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും ശരി, ആദ്യത്തെ പരിപാടി നടന്ന ഇതെല്ലാം ഇവരെല്ലാം കണ്ടസ്റ്റൻസിന്റെ എല്ലാം അഭിപ്രായം പറഞ്ഞിട്ട് ഒരാളെ ലാലേട്ടന് വിടണം. ലാലേട്ടനും വിഷമം ഉണ്ടായിരുന്നു സത്യത്തിൽ. ഈ മുൻഷി രഞ്ജിത്തിനെ വിളിക്കുമ്പോൾ
ഒരാളെ വിട്ടേ പറ്റൂ. ഇനിയിപ്പോ എല്ലാരെയും ഓരോരുത്തരോരുത്തർ വൺ ബൈ ആയിട്ട് പറഞ്ഞു വിടണമല്ലോ. എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഈ കക്ഷിയെ വിളിച്ചപ്പം നേരെ ഒരു ആരെയും ഫേസ് ചെയ്യാതെ പുള്ളി വെടിയിലേക്ക് പോകാൻ ശ്രമിച്ചു. ബിഗ് ബോസ് അന്നേരം പറഞ്ഞു, നിങ്ങൾ പോയി എല്ലാവരോടും യാത്ര ചോദിച്ചു വരൂ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അത് മൈൻഡ് ചെയ്യാതെ ആണോ എനിക്കറിയത്തില്ല, ലാലേട്ടനടുത്ത് പിന്നെ വന്ന് എല്ലാരും കൂടെ അങ്ങോട്ട് ചെന്ന് ഒരു വികാരം നിർഭരമായ, പുള്ളി ഒത്തിരി ഇമോഷണൽ ആയി. വേറെ പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കിച്ചണിൽ നിന്നാക്ക് ഒരു ചാൻസ് കിട്ടിയില്ല എന്ന് പറയുന്നു. പക്ഷെ കിച്ചണിൽ നടന്നു അടിപിടികൾ. അവിടെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാമായിരുന്നു. അനീഷിനെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഓരോന്ന് ചിന്തിച്ച് ഒരു വേർഡ് മാത്രം റിപ്പീറ്റ് ചെയ്യും. ആ ഒരു സ്റ്റൈല്, ഒരു കപ്പും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇതായിരുന്നു അനീഷ് ചെയ്തത്. പക്ഷെ അതിനിടയ്ക്ക് അവൻ പുലിയാണ്. അവനിങ്ങനെ ഓരോ ഭാഗത്തും ശ്രദ്ധിച്ച് അവര് ചെയ്യുന്ന എന്താ, ഇവര് ചെയ്യുന്ന എന്താ, അവര് ചെയ്യേണ്ടാത്തത് എന്താ എന്ന് ക്യാപ്റ്റൻ നിരീക്ഷിച്ചിരുന്നു. പക്ഷെ അനീഷിന്റെ ഭാഗത്തുള്ള ഒരു കുഴപ്പം, ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് 18 പേരുടെ ആവശ്യങ്ങൾ കേൾക്കണം, സാധിച്ചു കൊടുക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ബിഗ് ബോസിന്റെ പരിധിയിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അനീഷ് ചെയ്തില്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. അത് അനീഷ് ചെയ്തത് ഒരു ശരിയല്ല. അയാളുടെ ഒരു ഇൻബോർഡ് ക്വാളിറ്റിയാണെന്ന് എനിക്ക് തോന്നി. പേഴ്സണൽ ലൈഫ് പോലും ഇന്നലെ ലാലേട്ടൻ എടുത്തിട്ട് കൊടുന്നു. കാര്യം ആദിലനൂറയുടെയൊക്കെ പ്രശ്നത്തില് അങ്ങനെ ഒരു പിന്നെ അവരുടെ കുടുംബം ഒന്നിപ്പിക്കുന്നതൊക്കെ ചെന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്ന കുടുംബം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ഒരു സീനൊക്കെ ഉണ്ടായി. ആ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ്, പേഴ്സണൽ ലൈഫ്, ഡിവോഴ്സ് ആയ കഥ ഇവിടെ എടുത്തിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നി അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞപ്പം കുടുംബത്തിലും പുള്ളിയുടെ ഇതേ ബിഗ് ബോസിലെ സ്വഭാവം ആയിരുന്നോ എന്ന് ഞാൻ സംശയിച്ചു പോയി. ആണെങ്കിൽ അവനേറ്റ് അത് സംഭവിക്കുമല്ലോ. എങ്ങനെ കുടുംബ ജീവിതത്തിൽ അത് പൊരുത്തപ്പെടാൻ പറ്റും? പുള്ളിയുടെ ഒരു ബിഗ് ബോസിലെ ടാറ്റിക്സ് എന്തായാലും നല്ല തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഇത്രയും ഒരാഴ്ച എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനീഷ് മാത്രമേ ഉള്ളൂ. ലാലേട്ടന് മനസ്സിലായി, ബിഗ് ബോസിനും മനസ്സിലായി. പിന്നെ ഈ വന്നവരെല്ലാം ഈ നിവിന്, രഞ്ജിത്ത്, ആര്യന്, ജിസേല്, ശൈത്യ, അനുമോല്, ആചാരിക, രേണു പറഞ്ഞു പ്രേക്ഷകര് പറഞ്ഞോട്ടെ ഇരിക്കട്ടെ. പ്രേക്ഷകർ കുറച്ചു പേരൊക്കെ സപ്പോർട്ട് ഉണ്ട്. രേണുവിന് ഞാൻ ഒരു ദിവസത്തെ വോട്ട് ചെയ്ത ഒരാളാണ്. ഇന്നലെ എന്തായാലും പാവം എനിക്കറിയാം, രഞ്ജിത്തിന് വോട്ട് കൊടുത്തു. കാര്യം എനിക്കറിയാം പുള്ളിക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുന്ന കിട്ടും. ഇന്നലെ പോകുന്നുള്ള തന്നെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സാധ്യതയുള്ള കൂട്ടത്തില്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഈ രഞ്ജിത്തിനെ വിളിച്ച് ലാലേട്ടൻ ചോദിക്കണം പറഞ്ഞു, ഒരാഴ്ച ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഇതിനകത്തില് എന്തുവാ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം പുള്ളിക്ക് കിട്ടിയില്ല. കിച്ചണിലായതുകൊണ്ട് 20 പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ജോലിയിലായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു അതൊന്നും ഒരു വിഷയമല്ല. കിച്ചണായാലും ബിഗ് ബോസിന്റെ ഏത് മൂലയായാലും അവരെ അവിടെ സൗഹൃദ സംഭാഷണത്തിനും സ്നേഹം പങ്കുവയ്ക്കാനും മാത്രമല്ല വിട്ടേക്കുന്നത്. പബ്ലിക്, ജനങ്ങൾ, ഇത് ലക്ഷങ്ങളിലേക്ക് പോകുന്ന പ്രോഗ്രാമാണ്. ക്യൂരിയോസിറ്റി, ലാലേട്ടൻ പറഞ്ഞു, ക്യൂരിയോസിറ്റി ഉളവാക്കുന്ന പ്രോഗ്രാമായി മാറണം. അതിനു മുമ്പേ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇടുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പലരും ഒരു രേവതിയൊക്കെ എടുത്ത് ചേർത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് ഇങ്ങനെ നടന്നു മറ്റേ നടന്നൊക്കെ പറഞ്ഞു. ലൈവ് കണ്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലെ ബിഗ് ബോസിൽ നിന്ന് ചോർത്തലുണ്ടോ എന്നൊക്കെയുള്ള പലരും സംശയിച്ചു. അതിൽ ലാലേട്ടൻ അതിനും കടിഞ്ഞാണിട്ടു. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങോട്ട് ഓരോ കണ്ടസ്റ്റൻസിന്റെയും നമുക്ക് പരാതിപ്പെട്ടി കൊണ്ട് പൊളിച്ചു. 18 പേരും ആർക്കെതിരെയാണ്? ഈ 18 പേരില് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവരും അനീഷിനെതിരെയാണ് പറഞ്ഞേക്കുന്നത്. അനീഷിനെതിരെ അങ്ങോട്ട് ഓരോരുത്തർ അനുമോള്, പിന്നെ അഭിലാഷ്, ശരത്ത്, ഷാനവാസ് അടുത്തിരുന്ന് എന്തായാലും മിണ്ടായിരിക്കുന്നുണ്ട്. എന്താന്ന് അറിയത്തില്ല. അവരൊന്നും ഉടക്കായെന്നാ പോലും അത് ക്യാപ്റ്റൻ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ഇന്നലെ ഒന്നും മിണ്ടുന്ന കണ്ടില്ല. പിന്നെ അനീഷും ആദില, നൂറ, അതായിരുന്നു ഒരു മെയിൻ വിഷയം അതിനകത്ത് വന്നത്. ആ പ്രശ്നത്തില് ആദിലയോട് ലാലേട്ടൻ പറഞ്ഞു,
പരാതി പറയാൻ പറയുകയും എഴുന്നേൽപ്പിക്കുകയും ഇമോഷണൽ ആകുകയും കരയുകയും ഒക്കെ ചെയ്തു. ഈ ആദില നൂറയിലെ നൂറ ഒരു പാവമാണെന്ന് തോന്നുന്നു. പാവം എന്ന് വെച്ചാൽ സംസാരിക്കുന്നില്ല, ആദിലെ കൊണ്ട് സംസാരിപ്പിക്കുക. അതില് ആ ആള് തന്നെ ഇന്നലെ കരഞ്ഞു, വലിയ ധൈര്യം കാണിച്ചത്. അതൊക്കെയാണ് ഇന്നലെ നടന്നത്. ഏതായാലും ശരി. പിന്നെ അനീഷിനെതിരെയുള്ള ശരവർഷങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോ ഓരോരുത്തർ എഴുന്നേറ്റിട്ട് അനുമോൾ എഴുന്നേറ്റ് പിന്നെ ഷാനവാസിനെതിരെ പറയുമ്പോഴും മറ്റവർക്കെതിരെ പറയുമ്പോഴും ഉള്ളി തൊലിച്ച മാതിരിയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ ഒരാഴ്ച കഴിഞ്ഞ് ഈ അനീഷ് അല്ലാതെ കണ്ട ഒരു റിയൽ മത്സരാർത്ഥി എന്ന് പറഞ്ഞ അനീഷ് മാത്രമേ ഉള്ളെന്ന് തോന്നിപ്പോകുന്ന ഒരു ബിഗ് ബോസ് ആയി. എന്തായാലും ഇനിയും ഷാനവാസ് ഈ ക്യാപ്റ്റൻ ഇതിലേക്ക് വരുമ്പോ പുള്ളി കുറെ കാര്യങ്ങള് അനീതിനുണ്ടായ അബദ്ധങ്ങള് അല്ലെങ്കിൽ സഹകരണമില്ലായ്മയൊക്കെ നികത്താൻ ശ്രമിക്കും. അത് ഇച്ചിരൂടെ ഇതായിരിക്കും. പക്ഷേ ഇനി ഹെവി റിസ്ക് ടാസ്കുകളാണ് വരുന്നത്, ഫിസിക്കലി ഉള്ള ടാസ്കുകളാണ്. അത് എത്രത്തോളം അനീഷിന് അല്ല, ക്ഷമിക്കണം, ഷാനവാസിന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ദിവസം കുടുംബവുമായിട്ട് ആലോചിച്ച് അവരെ കൊണ്ട് ഫോൺ ചെയ്ത് ആരോഗ്യസ്ഥിതിയൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസിനെ ക്യാപ്റ്റൻ കൊടുക്കുന്നതും. അടുത്ത ഹൈ റിസ്ക് ഉള്ള ടാസ്കിലേക്കൊക്കെ ബിഗ് ബോസ് പോകുന്ന ഒരു കാഴ്ച. പിന്നെ നോമിനേഷനിൽ ഉള്ള ഒരാളാണ്, ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ക്യാപ്റ്റൻ ആകുന്നത്. അങ്ങനെ ഒരു ഭാഗ്യമാണ് ഇപ്പോൾ ഷാനവാസിന് കിട്ടിയേക്കുന്നത്. ബിൻസി കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ബിൻസി ആര്യനുമായിട്ടുള്ള ആ ഒരു വഴക്കില് കുറച്ചുകൂടെ കയറി വന്നിട്ടുണ്ട് ബിൻസി. അതുപോലെ ബിന്നി കുറച്ച് സെന്റിമെന്റലായ കുറെ കാര്യങ്ങളൊക്കെയാണ്, എന്നാലും കുറച്ച് ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ബിന്നിക്കും ഉണ്ട്. ഈ സാഹിത്യ, ശാരിക, പിന്നെ അപ്പാനിയെ ശരത്തൊക്കെ കിടന്ന് വഴക്കിടുന്നതല്ല, ഒരു നല്ല കോണ്ടന്റ് അതിനകത്ത് വന്നിട്ടില്ല. അങ്ങനെ ഓരോരുത്തരും നോക്കുമ്പോൾ ശാരികയൊക്കെ ശരിക്കും വേസ്റ്റാന്ന് തോന്നുന്നു. ഇത് ഒരു കുന്തോടെ ചെയ്യത്തില്ല, വഴക്കിടുവരും. നാക്കുകൊണ്ട് ആർക്കും അവരെ നേരിടാൻ പറ്റത്തില്ല. ഹോട്ട് സീറ്റിൽ വരുമ്പോഴുള്ള പരിപാടി ചെയ്യാനല്ലാതെ അവർക്ക് ഒരു കാര്യം, അവർ പാവമാണ്, ബേസിക്കലി പാവമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ലാലേട്ടൻ പറയുന്ന ഇതൊന്നും അല്ല. ഇവിടെ സ്നേഹവും സൗഹൃദവും ഒത്തൊരുമിച്ച് കളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാനുള്ള ബിഗ് ബോസ് വിട്ടേക്കുന്നത്. ഇതൊരു കോമ്പറ്റീഷനാണ്. ആ ഒരു സ്പിരിറ്റ് എടുക്കണമെന്ന് പല പ്രാവശ്യം കയറുന്നതിന് മുമ്പ് 7ന്റെ പണിയാന്ന് പറഞ്ഞ കയറ്റിയത്. അല്ലെങ്കിൽ വാഴയാണ് കൂമ്പൊടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കൂമ്പൊടിച്ചു രഞ്ജിത്തിന്റെ. ശരത്ത് പിന്നെ പരാതി പറയുന്നു അനുവിനെതിരെ. പിന്നെ ചാരിക പറയുന്നു കുറെ കോപ്രായങ്ങളാണ് ഇവിടെ നടക്കുന്നത്, അതിനകത്ത് ഞാൻ ഇങ്ങനെ ഇടപെട്ടു, ഞാൻ ശക്തമായി പ്രതികരിച്ചു എന്നൊക്കെ ശാരിക പറയുന്നുണ്ട്. ശാരികയ്ക്ക് അതേ ഉള്ളൂ അവിടെ ചെയ്ത കാര്യങ്ങൾ. പിന്നെ അനിമോള് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ആണോ എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം വന്നില്ല. ആ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നു. എന്തായാലും ശരി. ഇതിനകത്ത് ഈ ആദില നൂറയുടെ പ്രശ്നമാണ് അനീഷിന്റെ മുന്നിൽ വന്നത്. ആ ഒരു വിഷയം ഈ പിന്നെ മുൻഷി രഞ്ജിത്ത് പോയത് ഒഴിച്ചാൽ ഒന്നും നടന്നില്ല. ഇനിയും വരുന്ന ആഴ്ചകളിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സംഭവിക്കും. കാര്യം അനീഷിന്റെ ഈ ഒരു ക്യാപ്റ്റൻസി വരുമ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അനീഷിനെതിരെ എങ്ങനെ വരും, അനീഷ് ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും വലിയ ഒരു വിഷയം വന്നത് ജിസേലിന്റെ ഇന്നർ വിഷയം, അണ്ടർവെയർ വിഷയം, ജെട്ടി വിഷയം എന്നൊക്കെ പറയും. അത് വന്നത് അനിമോളുടെ ആയിട്ടുള്ള ഇഷ്യൂ. അങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് ആണ് ഈ കഴിഞ്ഞ ആഴ്ച നടന്നത്. നമുക്ക് വരും ആഴ്ച ഇതിൽ നിന്നൊരു വ്യത്യസ്തത നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ലേ പിന്നെ ഈ കണ്ടസ്റ്റൻസ് എല്ലാം പുറത്തു പോകും, പുതിയ ആൾക്കാരെ വൈൽഡ് കാർഡ് എൻട്രി കൊണ്ടുവരും. ഇപ്പൊ തന്നെ ഒരു ഡോഗാന്ന് പറയുന്നു, കൊണ്ടുവന്ന റോബോട്ട് പേര് നിർദ്ദേശിക്കാൻ പറയുന്നുണ്ട്. എന്തായാലും ശരി, അത് ഡോഗാണോ എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടില്ല, പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഡോഗാണ് എന്റെ പേര്. എന്തോ ആയിക്കോട്ടെ, റോബോട്ടാണ്. അപ്പൊ റോബോട്ടിന്റെ എൻട്രിയും വൈൽഡ് കാർഡ് എൻട്രിയും അകത്തേക്ക് വരും. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി, നമസ്കാരം.